നമ്മൾ ഇന്നൊരു പേപ്പർ ബാഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നമ്മൾ പേപ്പർ ബാഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി പേപ്പറിനകത്താണ് പേപ്പർ ബാഗ് ചെയ്യുന്നത്. അപ്പം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ആദ്യം വേണ്ടുന്നത് ഒരു ഫാൻസി പേപ്പർ. അത് രണ്ടാമത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അളവ് എടുക്കണമല്ലോ. അതിന് വേണ്ടി സ്കെയിലും വേണം, ടേപ്പും വേണം. ഒന്നുകിൽ സ്കെയിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ടേപ്പ് എടുക്കാം. പിന്നെ അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് കത്രിക വേണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ. ഇതിന് പിടിക്ക് വേണ്ടി ഇത് പേപ്പർ ഹാൻഡിലാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് ഒരു ബാഗ് ചെയ്യുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പശ വേണം. ഇപ്പം പേപ്പർ ബാഗ് ചെയ്യുന്നതിന് പ്രത്യേക പശയുണ്ട്. ഇപ്പം നമ്മൾ അതെല്ലാം എടുക്കുന്നത് നമ്മൾ ഫെവിക്കോളിൻ്റെ പശ എടുത്താണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അളവ് മാർക്ക് ചെയ്യുന്നതിന് ഒരു പേന വേണം. ലാസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു കത്രികയാണ്. ഇത് സിസാക്കിൻ്റെ കത്രികയാണ്. അപ്പം നമുക്ക് താഴ്വശം ഒന്ന് ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ കത്രിക ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാഗിലേക്ക് പോകാം. അതിന് മുന്നേ തന്നെ നമുക്ക് അളവുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം. അളവുകളെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന പേപ്പറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് നീളം. ഇത് നമുക്ക് 14 ഇഞ്ചാണ് നീളം നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നീളം 14 ഇഞ്ച് നീളം നമ്മളിവിടെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ വീതിയാണ്. വീതി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 35 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീതി, പേപ്പറിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 35 ഇഞ്ച്. അപ്പം 14 ഇഞ്ച് നീളത്തിലും 34 ഇഞ്ച് വീതിയിലും നമ്മളൊരു പേപ്പർ കട്ട് ചെയ്തു. പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ നീളവശത്ത് നമ്മൾ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുകയാണ്. ഫോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെയിൽ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. അതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പേപ്പറിൻ്റെ മോൾ വശത്തേക്ക് കൊണ്ടുവന്ന് ഗമ്മ് തേച്ച് അതിനുശേഷം നമ്മൾ ഗം എടുക്കുക. ഗം എടുത്തിട്ട് ഈ നമ്മൾ 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഗമ്മ് തേച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗമ്മ് ഓവറായിട്ട് എടുത്ത് വെച്ച് തേക്കണ്ട, അല്ലാതെ തന്നെ നമ്മൾ ഗമ്മൊന്ന് തേച്ച്. അപ്പം ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ മുകൾ വശം കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം നമ്മൾ എന്നിട്ട് നമ്മളിതൊന്ന് തേച്ച് വിട്ടേക്കുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡ് ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ സൈഡിൽ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകവശത്ത് എടുത്തത് കണക്ക് തന്നെ ആ 2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോൾഡിങ് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് മടക്കിയതിന് ശേഷം സ്കെയിൽ വെച്ച് ഒന്ന് തേച്ച് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് ആ ഫോൾഡിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. എതിർവശത്തും അതേ കണക്ക് തന്നെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അവിടെയും നമ്മൾ അപ്പുറത്ത് ചെയ്തത് കണക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്കെയിൽ വെച്ച് ഒന്ന് മടക്കി എന്നിട്ട് നമ്മൾ ഈ ബാഗ് ഓപ്പൺ ചെയ്യുക. കണ്ട, അപ്പം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്വശം നമ്മൾ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡ് ഫോൾഡ് ചെയ്തത് കണക്ക് തന്നെ ഈ താഴ്വശവും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തേച്ച് ഇടുമ്പോഴത്തേക്ക് അത് ഫോൾഡിങ് കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം വേണ്ട, ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതകത്തേക്ക് മടക്കി കൊടുക്കുക. അതേ കണക്ക് തന്നെ അടുത്ത എൻഡും അതേ കണക്ക് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ താഴ്വശം 1 ഇഞ്ച് മടക്കിയില്ലേ, ആ മടക്കിയ ഭാഗത്ത് നമ്മൾ സൈഡ് ഒന്ന് 2ആയിട്ട് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് താഴ്വശം 2 സൈഡും ഒന്ന് കോൺ മാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ അങ്ങ് ഓവറായിട്ട് കട്ട് ചെയ്ത് കളയരുത്, നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക.
കട്ട് ചെയ്തതിന് ശേഷം അകത്തോട്ട് മടങ്ങുന്ന ആ പീസ് ഒന്ന് കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കുക. അത് നമ്മൾ കട്ട് ചെയ്തങ്ങ് കളയണം. കാരണം അല്ലെങ്കിൽ നമ്മളത് ഒട്ടിക്കുന്ന സമയത്ത് കട്ടിയായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാൻ പറയുന്നത്. എന്നിട്ട് സിസാക്കിൻ്റെ കത്രിക, നേരത്തെ നമ്മൾ സിസാക്കിൻ്റെ കത്രികയുടെ കാര്യം പറഞ്ഞ് ആ സിസാക്കിൻ്റെ കത്രിക എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പശ തേച്ച് ഇത് അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് വേണം ഒട്ടിക്കാൻ. നല്ല രീതിയിൽ തന്നെ നമ്മളത് ഒട്ടിച്ച് വിടുക. ഒട്ടിച്ച് വിട്ടതിന് ശേഷം അതൊന്ന് ചുവന്നൊട്ടിയിരിക്കാനായിട്ട് നമുക്ക് ആ സ്കെയിൽ വെച്ച് തന്നെ ഒന്ന് തിരിച്ച് വിടാം. എന്നിട്ട് നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കണം. ഹാൻഡിൽ പിടിപ്പിക്കാനായിട്ട് സെൻറ്റർ ഒന്ന് അറിയേണ്ട വഴിക്ക് സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി പിടിക്കുക. മടക്കി പിടിച്ചിട്ട് ഈ പേപ്പർ ഹാൻഡിലിൻ്റെ സെൻറ്റർ നമുക്കറിയണമല്ലോ. അതിന് വേണ്ടി അതും ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും കിട്ടി. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടി. ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് സെൻറ്റർ അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കുമ്പോഴത്തേക്ക് സെൻറ്ററായി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പശ തേച്ച് കൊടുക്കുക. നല്ലോണം പശ തേച്ച് ആ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഇതിൻ്റെ സെൻറ്ററും ഒരേ കണക്ക് വരത്തക്ക രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തത് തിരിച്ച് വെച്ച് അതേ കണക്ക് തന്നെ നമുക്കിപ്പോൾ ഇവിടെ സെൻറ്റർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ അടുത്ത ഹാൻഡിലും എടുത്ത് അതേ കണക്ക് പശ തേക്കുക. പശ തേച്ച് അതും അതേ കണക്ക് തന്നെ പിടിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് പേപ്പർ ബാഗ് സെറ്റായി. ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കാം. നിവർത്തി നോക്കുമ്പോഴേക്ക് പതുക്കെ വേണം നിവർത്താൻ. കാരണം പതുക്കെ ഇവിടെ പിടിച്ച് നമ്മൾ പതുക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക. നമ്മുടെ പേപ്പർ ബാഗ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായോ? ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.